ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ 26 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ 26 ദിനങ്ങളിലും മുടിചൂടാ മന്നനായി തന്നെയാണ് മാർക്കോ മുന്നോട്ട് പോകുന്നത്. 115 കോടിയിലേക്കാണ് സിനിമ എത്തി നിൽക്കുന്നത്. പല ട്രാക്കേഴ്സും ഇതോടുകൂടി തന്നെ 101 കോടിയിലേക്ക് എത്തിയതായി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഒഫീഷ്യലായി 16 ദിനങ്ങൾ കൊണ്ട് 100 കോടി എത്തിയ സിനിമ 10 ദിനങ്ങൾ പിന്നിടുമ്പോൾ 115 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ടാർഗറ്റായി നമ്മൾ കാണുന്നത് 125 കോടിയാണ്. അത് എത്രയും പെട്ടെന്നും സിനിമയ്ക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, വലിയ വലിയ മാധ്യമങ്ങൾ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിനിമകൾ ഇന്ന് വിധി എഴുതുകയാണ്. മാർക്കോ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള മൂവിയാണ് എന്നുള്ളത്. ആദ്യം ഇവിടെ മലയാളത്തിൻ്റെ ഐക്കണിക് മൂവി അല്ലെങ്കിൽ ബ്രൂട്ടൽ ആയിട്ടുള്ള സിനിമ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പിന്നീട് അത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിൽ ഇന്ന് വേൾഡിന് പുറത്തും ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു മൂവി എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ ഒരു പേര് വരുന്നത്. അത് പല ഇൻ്റർവ്യൂകളിലും നമുക്ക് കാണാൻ കഴിയുന്നു. വിദേശ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമുക്കത് കാണാൻ കഴിയുന്നു. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഈ ഒരു സിനിമ മലയാളത്തിൻ്റെ അടുത്ത 100 കോടി ചിത്രമായി മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ലഭിക്കാത്ത ഒരു പിന്തുണ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ കഴിയുന്ന. മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് ഇത്രത്തോളം ഗംഭീര സപ്പോർട്ട് നേടിയ വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇത്ര സപ്പോർട്ട് കിട്ടിയ ആദ്യ മലയാള സിനിമയായി മാറുന്നു. 15 കോടിയിലേക്ക് എത്തുകയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള മാത്രം കളക്ഷൻ. ഒരു പക്ഷേ ആദ്യ ലാപ്പിൽ നമ്മൾ ചിന്തിച്ചു ഇതൊരു 20 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 1 കോടിയെങ്കിലും നേടുമോ എന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന് ഇന്ന് അത് 1 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 15 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 13.5 കോടിയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷനായിട്ട് അപ്ഡേറ്റുകൾ പുറത്ത് വരുന്നത്. എന്താണെങ്കിലും ഉണ്ണി മുകുന്ദനിൽ നിന്ന് ആ ഒരു അപ്ഡേറ്റ് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിനോടകം 1200ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത് എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്ത ദിനത്തിൽ മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നു. ഇന്നും സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ടുകളും സപ്പോർട്ടുമായിട്ട് തന്നെ പോകുന്നു. വർക്കിംഗ് ഡേയ്സിൽ പോലും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നും സിനിമ 2 കോടിക്ക് മുകളിലേക്ക് നേടിയിരിക്കുന്നു. തെലുങ്കിൽ നിന്ന് സിനിമ 7 കോടിയിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഗംഭീരമാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ആ ഒരു അഭിപ്രായവും ഒപ്പം സപ്പോർട്ടും പുറത്തുനിന്ന് കിട്ടുമ്പോൾ അതൊരു മഹത്തായ കാര്യമായി നമുക്ക് മലയാള ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും വലിയ സക്സസ് ആവട്ടെ. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം നിങ്ങളോടൊരു ചോദ്യം, ഈ സിനിമ ഇപ്പോൾ എത്രയായിട്ടുണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യലായിട്ട് വന്നത് 100 കോടി മാത്രമാണ്. പിന്നെല്ലാം ട്രാക്കേഴ്സ് മുഖാന്തരം സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്കേഴ്സ് കൂടുതൽ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ട്രാക്കേഴ്സ് ഏറ്റവും കുറച്ചും പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. എന്താണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിൽ എത്ര എത്തിയിട്ടുണ്ടാവാം ബാക്കിയുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ എന്നുള്ളതൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.